ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന മാതിരി തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും മാറ്റം വരുത്താനോ എന്തെങ്കിലും കമൻസിലും കൂടെ രേഖപ്പെടുത്തുക കേട്ടോ. നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, നമ്മുടെ മോണറ്റൈസേഷൻ നമുക്ക് യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനൊരു കണ്ടൻ്റായിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ആയത് മുതൽ ഒരുപാട് പേര് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഐഡിയ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻകമൊക്കെ എങ്ങനെയാണ് വരാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്താൽ മീൻസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു 2000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് നമുക്കിപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് കവർ ചെയ്തു. അപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ഒഫീഷ്യൽ എന്താ പറയുക ആ ഒരു രീതിയിൽ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. അത്രയും സന്തോഷമുണ്ട്. നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സ്റ്റോപ്പായി പോയതാണ്. എനിക്കങ്ങനെ ജോബൊക്കെ ആയ സമയത്ത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. അപ്പം അതിലെനിക്കിപ്പം നല്ല കുറ്റബോധമുണ്ട്. അപ്പം അന്നേ ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ്, ഇപ്പോൾ ഒരു 3-4 മാസം മുന്നേ ആണ് വീണ്ടും നമ്മുടെ ചാനൽ വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശിവൊക്കെ ആയതിനു ശേഷം അവൻ്റെ വീഡിയോസൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ അവൻ്റെ ഒന്നല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പം അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല കണ്ടൻറ്റുകൾ ഞാൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പല രീതിയിലുള്ള ഡ്രോബാക്സ് ഉണ്ടാവും. കാരണം നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഇതിനെപ്പറ്റി അങ്ങനെ പഠിച്ച് അങ്ങനെ ഇറങ്ങിയവരൊന്നുമല്ല. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാനതൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളങ്ങനെ ക്യാമറ അങ്ങനെ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ ഈ വീഡിയോ കുറച്ചുകൂടെ ഇങ്ങനെ ബെറ്റർ ആക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ബെറ്റർ ആവണം എന്ന രീതിയിലായിരിക്കുമല്ലോ പറയുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിലിടാം. അപ്പോഴല്ലേ നമുക്കും ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇതുവരെ എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹത്തിനും വളരെ നന്ദി. അപ്പോൾ അത് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, മീൻസ് ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ ഈ രീതിയിൽ ചെയ്താൽ നന്നായിരിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റുകൾ. ഞാൻ മീഷോയുടെയൊക്കെ ഒരു വീഡിയോ ഇട്ട സമയത്ത്, കുർത്തീസിൻ്റെയൊക്കെ വീഡിയോ ഇട്ട സമയത്ത് അതിലങ്ങനെ അത്യാവശ്യം നല്ല റീച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ വീഡിയോസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു 6000 ആ ഒരു രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ കമൻസ് കണ്ടു, കുറച്ച് ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കുന്നു എന്നുള്ള ലെവലിൽ. അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ എഡിറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ്, കുറച്ച് ഡ്രസ്സുകളുടെയും കാര്യങ്ങളുടെയും. അപ്പോൾ അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്കറിയാം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടം എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം ഇടാൻ പറയുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ബേസിക് കാര്യങ്ങൾ പറയുമ്പോൾ. പിന്നെ നമ്മുടെ ഇതിലോട്ട് യൂട്യൂബ് ചാനലിൻ്റെ ഇതിലോട്ട് വരികയാണെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഈ ചോദിക്കുന്നവരൊക്കെ എൻ്റെ പേഴ്സണലായിട്ട് അറിയണവരാണ് കേട്ടോ, അല്ലാതെ കമൻസിൽ ചോദിച്ചു എന്നല്ല ഞാൻ പറയണത്. എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യുക, നമുക്കങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാനിതിൽ വലിയ പ്രൊഫഷണലായിട്ട് പറയാനായിട്ട് വലിയൊരാളൊന്നുമല്ല. എന്നാൽ കൂടെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് മെയിൽ ഐ ഡി ഉള്ള നമുക്ക് സ്വന്തമായിട്ടൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഹൗ ടു സെറ്റപ്പ് എ ചാനൽ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഒരുപാട് ട്യൂട്ടോറിയൽസും കാര്യങ്ങളും കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് തന്നെ നമ്മുടെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മെയിലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചാനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ചാനൽ ക്രിയേറ്റ് ചെയ്യണതല്ല വലിയൊരു കാര്യം എന്ന് പറയണത്.
അതിൽ നല്ല കണ്ടന്റുകൾ ഇടുക എന്നുള്ളതാണ്. കണ്ടന്റുകൾ ഇടുക, കണ്ടന്റും അല്ല സത്യം പറഞ്ഞാൽ നല്ല നല്ല കണ്ടന്റുകളാണെങ്കിൽ കൂടെ ഓഡിയൻസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം ആൾക്കാരിലേക്ക് എത്താതെ റീച്ചൊന്നും പോവാതെ പല ചാനലുകളും അങ്ങനെ സ്റ്റോപ്പായി പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടന്റ്സ് മാത്രം ഉണ്ടാക്കിയിട്ടാൽ പോരാ, അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അതായത് പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരുപാട് പേർക്ക്. മേ ബി അവർ കാണണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കുന്ന കീവേഡ്സും കാര്യങ്ങളിലുമാണ് പിന്നെ നമ്മുടെ വീഡിയോ പോകുന്നുണ്ടാവുക. അതായത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലും അതെ, ലോങ് വീഡിയോ ആണെങ്കിലും അതെ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ എന്താ പറയുക ടാഗ് ലൈൻ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാപ്ഷൻ കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കുറച്ച് ടാഗുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും, ഹാഷ് ടാഗുകളും കാര്യങ്ങളും. അതല്ലാതെ അതിൻ്റെ ബാക്ക് സൈഡിൽ ടാഗ് നമുക്കിപ്പം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ബാക്കി നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യലും, അതായത് ഇട്ട വീഡിയോ എഡിറ്റ് ചെയ്യുക, അതിൻ്റെ ക്യാപ്ഷൻ മാറ്റുക, തംബ്നെയിൽ മാറ്റുക, അതുപോലെ അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ മൊത്തം യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ മൊത്തം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പിലാണ് നടക്കുന്നത്. അതിലാണ് നമുക്ക് റിയൽ ടൈം വ്യൂസും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ടൈം ആയിട്ട് വാച്ച് ചെയ്ത് പോകാൻ പറ്റുക. അപ്പോൾ അതിൽ കുറച്ച് പണിയുണ്ട്. നമ്മളങ്ങനെ നിസ്സാരമായിട്ടല്ല നമ്മൾ ഓരോ വീഡിയോ, അതിപ്പോൾ എന്ത് കുഞ്ഞു വീഡിയോ അല്ലെങ്കിൽ എന്ത് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഇതിപ്പോൾ എന്താ ഈ വീഡിയോ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല അത് ഉണ്ടാക്കിയിടാനുള്ളത്. മനസ്സിലായല്ലോ? അതായത് എല്ലാ വീഡിയോയ്ക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പം ഞാൻ പലപ്പോഴും ഇപ്പോൾ കൂടെ അവൻ ശിവ ഉറങ്ങിയ സമയത്തായിരിക്കും വീഡിയോ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞ സമയം കണ്ടെത്തിയിട്ടായിരിക്കും അത് എഡിറ്റ് ചെയ്യലും, അല്ലെങ്കിൽ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ സൗണ്ടൊന്നും പാടില്ലല്ലോ. ചിലപ്പോൾ നൈറ്റൊക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരുപാട് അതിൻ്റെ ബാക്കിൽ ഒരുപാട് പണിയുണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും അപ്ലോഡ് ചെയ്യണ സമയത്ത്. അപ്പം അതാണ് മീൻസ് നമ്മളങ്ങനെ പെട്ടെന്നൊരു ചാനൽ തുടങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാൽ പോവും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ചിലപ്പം നല്ലോണം കഷ്ടപ്പെട്ടാലും വലിയ റിസൾട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലക്കും കൂടെ ഉണ്ട് ഇത് റീച്ച് ആവണ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അത് പിന്നെ കുറച്ച് യൂട്യൂബിൻ്റെ അൽഗോരിതം കുറച്ച് മാറ്റേഴ്സൊക്കെ അതിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടണം, അതുപോലെ തന്നെ റെഗുലറായിട്ട് ഒരു ടൈം കീപ്പ് ചെയ്യണം, അങ്ങനെ ഒക്കെ ഉണ്ട്. നമ്മളൊരു റെഗുലറായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ഇരിക്കുന്നുണ്ട് എന്ന് അറിയണം. അല്ലാതെ നമ്മളൊരു മാസം ഒരു വീഡിയോ ഇട്ടു, അത് കഴിഞ്ഞ് അടുത്ത മാസമായിരിക്കും അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങനെയൊന്നും ഇട്ട് പോയി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ചാനൽ വന്നിട്ട് സക്സസ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതാണ് ഒരു ബേസിക് കാര്യങ്ങൾ. ഞാനിത് ഇവിടെ എഴുതി വെച്ചൊക്കെ കേട്ടോ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താ പറയേണ്ടതെന്ന്. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞു വരുമ്പോൾ കാട് കയറി പോകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴും കാട് കയറി പോകുന്നുണ്ട് തോന്നുന്നു. പക്ഷേ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറാതിരിക്കാൻ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ബേസിക്കായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ സിമ്പിളാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് ടൈപ്പ് വീഡിയോസ് ഉണ്ടായിരുന്നു, വ്ളോഗുകൾ, ട്രാവൽ വ്ളോഗ് മാതിരത്തെ ഉണ്ടായിരുന്നു, പിന്നെ അമ്മയുടെ വീഡിയോസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ. അപ്പോൾ ഇതൊക്കെ ഞാൻ തരംതിരിച്ച് പ്ലേലിസ്റ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫ്രണ്ടിൽ ഹോം, പ്ലേലിസ്റ്റ്, വീഡിയോ, ഷോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെഗ്മെൻറ്റ്സ് കാണാം. അതിൽ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഓരോ സെഗ്മെൻറ്റ്, ഇപ്പോൾ ബ്യൂട്ടി ടൈപ്പുള്ള വീഡിയോസ്, അതുപോലെ മീഷോയുടെ വീഡിയോസ്, അതുപോലെ DWMS വഴി ജോബിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ എല്ലാ വീഡിയോസും, ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ പറ്റും. പിന്നെ ചില വീഡിയോസൊന്നും ഞാൻ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, അത് റാൻഡംലി ഓരോ വീഡിയോകളൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, അതായത് ഭാവിയിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാനപ്പോൾ ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു എന്താ പറയുക പർപ്പസ്, നമ്മുടെ മോണിറ്റൈസേഷൻ, നമുക്ക് എത്ര ഇൻകം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഒരുപാട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട്. അത് നെഗറ്റീവായിട്ടല്ല കേട്ടോ, അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. നമുക്കത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പോകണേ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണമാണ് ചോദിക്കുന്നത്. ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് അത് എടുക്കുന്നത് കേട്ടോ, ഞാൻ നെഗറ്റീവായിട്ടൊന്നല്ല പറയണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു
1000 ആയപ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട്. കാരണം എല്ലാവരുടെയും ഒരു ഐഡിയ തോന്നുന്നു 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് പൈസ കിട്ടി തുടങ്ങും എന്നാണ് തോന്നുന്നു എല്ലാവരുടെയും ഒരു മനസ്സിൽ ഉള്ളത്. അപ്പോൾ ഞാനും ഫസ്റ്റൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇറങ്ങിയ സമയത്താണ് അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലായത്. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി അവർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പോളിസി പ്രകാരം നമുക്ക് 3 ക്രൈറ്റീരിയാസ്, അതായത് ഒരെണ്ണം മസ്റ്റായിട്ട് അച്ചീവ് ചെയ്യണം, അത് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓറാണ്. ഒന്നെങ്കിൽ നമുക്ക് ഷോർട്സ് വ്യൂസ് 10 മില്യൺ വ്യൂസ് വരണം 3 മാസത്തിനുള്ളിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് വീഡിയോസിൽ 4000 മണിക്കൂർ വാച്ച് അവർ വേണം, 4000 വാച്ച് അവർ വേണം. അങ്ങനെയാണെങ്കിലേ ഫുള്ളി മോണറ്റൈസേഷൻ ആവുള്ളൂ നമുക്ക്. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ യൂട്യൂബ് പോളിസി അനുസരിച്ച് മോണറ്റൈസേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ അവർ ഹാഫ് മോണറ്റൈസേഷൻ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവർ 3000 മണിക്കൂർ മതി. അതുപോലെ തന്നെ അതായത് ലോങ് വീഡിയോസിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സിൻ്റെ 10 മില്യൺ എന്നുള്ളതിന് പകരം 3 മില്യൺ ആയാൽ മതി. ഷോർട്സ് അത് 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ലോങ് വീഡിയോസിലാണെങ്കിൽ 3000 മണിക്കൂർ 1 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഇപ്പോഴത്തെ മോണറ്റൈസേഷൻ പോളിസി. അതായത് ഹാഫ് മോണറ്റൈസേഷൻ അങ്ങനെ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ മോണറ്റൈസേഷൻ ആയാലാണ് ബാക്കി കാര്യങ്ങൾ അറിയാം. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമുക്ക് മോണറ്റൈസേഷൻ ആയിട്ടില്ല. നമുക്കിപ്പം 2000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സായി, അത് ശരിയാണ്. പക്ഷെ നമ്മുടെ വാച്ച് അവർ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. അതായത് ഷോർട്സിലാണെങ്കിലും ഇനിയും ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട്, ലോങ് വീഡിയോസിലാണെങ്കിലും ഇനിയും ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട്. ഷോർട്സിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തായാലും 3 മാസത്തിനുള്ളിൽ, എനിക്ക് അറിയില്ല, ദൈവം സഹായിച്ചെങ്ങാനും വൈറലാവുകയാണെങ്കിൽ വൈമില്ല കേട്ടോ. അതെല്ലാം ഞാൻ പറയണേ. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് എനിക്ക് ഷോർട്സിൽ അങ്ങനെ ഭയങ്കര നമുക്ക് അങ്ങനെ മാക്സിമം പോയിരിക്കുന്നത് 15000 ആണ് വ്യൂ പോയിരിക്കുന്നത്. അതിന് മുകളിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ 3 മില്യണൊന്നും 3 മാസത്തിനുള്ള എന്തായാലും ആവാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. ആൾക്കാരിനിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വൈറലാവാനും മതി. അപ്പോൾ ലോങ് വീഡിയോസിലാണെങ്കിൽ പിന്നെ നമുക്ക് സമയമുണ്ട്, 365 ദിവസം 1 വർഷത്തിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും. പക്ഷെ അതും ടാസ്ക്കാണ്. 3000 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ 3000 മണിക്കൂറല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമുക്ക് ഓരോ വീഡിയോയിലൊക്കെ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ നമുക്ക് കയറുള്ളൂ. അങ്ങനെ നമ്മൾ 3000 വീഡിയോ ഇടണമെങ്കിൽ തന്നെ ഒരു ദിവസം എത്ര വീഡിയോ ഇടണം? 365 ദിവസം 365 ദിവസവും നമ്മൾ ഇട്ടാലും ഓരോ മണിക്കൂർ വെച്ചിട്ടാണെങ്കിൽ ചില വീഡിയോസിലൊക്കെ 3-4 മണിക്കൂർ, ചിലപ്പോൾ 10 മണിക്കൂറൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം മീഷോയുടെയൊക്കെ വീഡിയോസിൽ അത്യാവശ്യം 50-60 മണിക്കൂറൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനത്തെ വീഡിയോസ് വരണം. അതല്ലാതെ നമുക്കിപ്പോൾ ഒരു ആവറേജ് നമ്മുടെ വ്യൂ എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഒരു 200-300 ആ ഒരു രീതിയിലാണ് നമ്മുടെ ലോങ് വീഡിയോസിൻ്റെ വ്യൂ പോണത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഫുള്ള് കാണുന്നവരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അതിലങ്ങനെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു പ്രതീക്ഷ, അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാര്യം. നമുക്ക് ഇപ്പോൾ വരുമാനമൊന്നും കിട്ടുന്നില്ല. എന്താ പറയുക, കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. നമ്മൾ വെറുതെ എന്നല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് വിചാരിച്ച് ചെയ്യണമെന്ന് മാത്രം. അപ്പം എന്ന് വിചാരിച്ച് 1000 സബ്സ്ക്രൈബേഴ്സ് ആയവർക്ക് പെട്ടെന്ന് വ്യൂസ് ഉള്ളവർക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർക്ക് നല്ല വ്യൂസ് ഉണ്ടാവും വീഡിയോസിന്. അങ്ങനെയുള്ളവർക്കൊക്കെ വരുമാനം കിട്ടുന്നുണ്ട് കേട്ടോ. പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടിക്കൊക്കെ ഇതൊന്ന് ഇൻകം കിട്ടുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. നമുക്ക് ഓരോ ലക്കാണ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല കാര്യം, ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഈ എനിക്ക് 2000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇവരൊക്കെ നല്ല അങ്ങോട്ട് ആക്റ്റീവായിട്ട് ഇരുന്ന് വീഡിയോ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്നാവാമെന്ന് തന്നെയുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഇപ്പം ഫുൾ ടൈം കാണാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വീഡിയോസ് ഫുള്ളിരുന്ന് കാണണമെന്നില്ലല്ലോ. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുമ്പോഴല്ലേ നമ്മളും ഇരുന്ന് ഫുള്ളായിട്ട് കാണുള്ളൂ. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു പ്രതീക്ഷ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും, മോണറ്റൈസേഷൻ ആവുമായിരിക്കും, നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യണമെന്ന് മാത്രം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രസം അത്ര തന്നെ. നമ്മളിങ്ങനെ ഒരു വീഡിയോസൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഗുജറാത്തിലിരിക്കുമ്പം ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അങ്ങനെ അവിടുത്തെ ഓരോ മെമ്മറി, അതായത് നമ്മൾ അവിടെ ആ സമയത്ത് ഇങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു രസമല്ലേ. അമ്മയ്ക്കൂടെ ഇടയ്ക്കെടുത്ത് ഇങ്ങനെ നോക്കാറുണ്ടായിരുന്നു ഇത് റീസ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇപ്പോഴത്തെയും കൂടെ ക്യാപ്ചർ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ശിവമൊക്കെ വലുതാവണ സമയത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെയും വിചാരിക്കാം. അതിൻ്റെ കൂടെ എന്താ പറയുക, ഉണ്ണിയപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ രണ്ടുമാണെങ്കിൽ നല്ലത്. അത്ര തന്നെ, അങ്ങനെ ഒരു പ്രതീക്ഷ.
അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത് പറയാനാണ് ഇത്ര നേരം വളച്ച് കെട്ടി എന്ന് വിചാരിക്കണ്ട. അപ്പോൾ പറയണ സമയത്ത് എല്ലാം കൂടെ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നമുക്കങ്ങനെ ഒരുപാട് ഡൗട്ടുകളൊന്നും ആരും കമൻസിലൊന്നും വന്ന് ചോദിക്കാറില്ല. നമുക്ക് വീഡിയോസ് ഇപ്പോൾ ഒരു 200-300 പേര് കാണുന്നുണ്ടെങ്കിൽ കൂടെ ആകെ കമൻറ്റ് ഇടുന്നത് ഒരു 2-3 പേരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഡൗട്ടുകളൊന്നുമില്ല. ഡൗട്ട് എന്നല്ല, ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു സ്മൈലി ഇട്ടിട്ട് പോകുന്നു മാത്രം. അപ്പോൾ നമുക്ക് കമൻസും കൂടെ വരുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അല്ലാതെ കമൻറ്റിൽ നിന്ന് ഇപ്പോൾ ഒന്നും കിട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നു, കിട്ടാനൊന്നുമില്ല. ഒരു കാണുമ്പോൾ ഓക്കെ അവർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഓരോ അഭിപ്രായങ്ങൾ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് ഒന്നുമില്ല, വെറുതെ ഒരു സ്മൈലെങ്കിലും കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ കാണുമ്പോൾ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ നിന്നിപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് അതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് രണ്ടുപേര് ചോദിച്ച ഡൗട്ടുകൾക്കുള്ള ഒരു ഉത്തരം കൂടെയാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്ര തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷേ എഴുതി വെച്ച 4 കാര്യത്തേക്കാൾ വലിയ കുറേ ഞാൻ പറഞ്ഞു തോന്നുന്നു. എനിക്കങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് ടച്ച് ചെയ്ത് വരുമ്പോൾ സമയം എടുക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലൊന്നുമില്ല. ദൈവം സഹായിച്ചിട്ട് ഭാവിയിൽ കിട്ടി തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല കണ്ടന്റുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.